ഇപ്പോൾ ഈ ഫക്രുദ്ദീൻ അലി പറഞ്ഞ ചില കാര്യങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില നിലപാടുകളൊന്നും നമുക്ക് സ്വീകരിക്കാനാവില്ല. ഓരോരുത്തരും അവരവരുടെ താല്പര്യം തന്നെയാണ് നോക്കുന്നത്. ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളും, പല രാജ്യാന്തര പ്രശ്നങ്ങളും അഫ്ഗാൻ അടക്കമുള്ളവ ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. അതുപോലൊരു അഫ്ഗാൻ വേണം എന്ന് ചില ശക്തികൾക്കെങ്കിലും താല്പര്യമുണ്ട്. ഭാരതത്തെ സംബന്ധിച്ച് അത്തരം റൊമാൻറ്റിക് നിലപാടുകളൊന്നും എടുക്കാൻ കഴിയാതെ ഭാരതത്തിൻ്റെ താല്പര്യം കൂടി നോക്കിയുള്ള നിലപാടുകളാണ്. അങ്ങൊരു നയതന്ത്ര വിദഗ്ധൻ, അതല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങയുടെ വാക്കുകൾക്ക്, നിലപാടുകൾക്ക് ഒരു പക്ഷേ ആവശ്യത്തിലേറെ മിതത്വം ഉണ്ടാകും. ചിലതൊന്നും അങ്ങക്ക് പറയാൻ കഴിയില്ല എന്ന്. അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. കാരണം നമ്മൾ ഈ മീഡിയേഷനിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മുഴുവനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. താഷ്കെൻഡിൽ സംഭവിച്ചത് എന്താണെന്ന് താങ്കൾക്കറിയാം. ഏറ്റവും നമ്മൾ വിശ്വസ്തരായി കണക്കാക്കിയിരുന്ന സോവിയറ്റ് യൂണിയൻ നമ്മളോട് ചെയ്ത് വലിയ ഒരു കടും ചതി തന്നെയായിരുന്നു താഷ്കെൻഡിൽ എന്നുള്ളത് നമുക്കറിയാം. നമുക്കൊരു പ്രധാനമന്ത്രിയെ തന്നെ നഷ്ടപ്പെട്ട സംഭവമായിരുന്നു അത്. അതിനുശേഷം നമ്മൾ മീഡിയേഷനിൽ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാവരും ഇന്ത്യയും ചൈനയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് മീഡിയേറ്റ് ചെയ്യാൻ UN സെക്രട്ടറി ജനറൽ മുതൽ ഇങ്ങോട്ട് എല്ലാവരും തയ്യാറായിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപ് തയ്യാറായിട്ടുണ്ട്, എല്ലാവരും. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം എന്ന് പറയുന്നത് മീഡിയേഷനിൽ നമുക്ക് വിശ്വാസമില്ല എന്നാണ്. അതിൻ്റെ കാരണം, ഒരു മീഡിയേറ്റർ വരുമ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മുടെ താല്പര്യങ്ങളിൽ നമുക്ക് കൺസെഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മീഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ ചാർട്ടർ നോക്കിയാൽ ഒരു യുദ്ധമുണ്ടായാൽ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു സീസ് ഫയർ വേണം, അത് കഴിഞ്ഞൊരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഏർപ്പെടുത്തണം, അത് കഴിഞ്ഞ് പീസ് ബിൽഡിംഗ് നടത്തണം. അങ്ങനെയുള്ള ഒരു സ്കീമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിലുള്ളത്. അത് പലയിടത്തും നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. കാശ്മീരിൽ നമ്മളൊരു പീസ് കീപ്പിംഗ് ഫോഴ്സസിനെ അക്സെപ്റ്റ് ചെയ്തു. ഇന്നും ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് കാശ്മീരിലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടറിനെ അനുസരിച്ചുള്ള സമാധാന പരിപാലനം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് യാതൊരു റെലവൻസും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. കാരണം 2 പെർമനൻറ്റ് മെമ്പേഴ്സാണ് ഈ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി സെക്യൂർ ചെയ്യുക എന്നുള്ളത്. ഒരു കാലത്തും ഒരു പെർമനൻറ്റ് മെമ്പർ മറ്റൊരു മെമ്പറിനെതിരായി യുദ്ധം ചെയ്യുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു 1945. പലരും ആ ചോദ്യം ഉന്നയിച്ചതാണ്. നിങ്ങൾ പെർമനൻറ്റ് മെമ്പേഴ്സായി, സപ്പോസ് യു ഫൈറ്റ് എ വാർ അഗൻസ്റ്റ് അനദർ മെമ്പർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത്. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ബട്ട് ലുക്ക് അറ്റ് ദിസ് നൗ. ഇറ്റ് ഈസ് എ പ്രോക്സി വാർ ബേസിക്കലി. ഇറ്റ് ഈസ് സോവിയറ്റ് യൂണിയൻ്റെ അതേ കാലഘട്ടത്തിലെ പോലെ തന്നെ അവർ ശ്രമിക്കുന്നതും, അതുപോലെ അമേരിക്ക, നേറ്റോ അല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്, അമേരിക്കയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഒരു മീഡിയേഷൻ ശ്രമിക്കാൻ സാധ്യമാവുകയില്ല. അതിനുള്ള സമയമായിട്ടില്ല. പക്ഷെ നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ന്യൂട്രാലിറ്റിയെ പലരും തെറ്റിദ്ധരിച്ചിരുന്നു. അത് കാരണം നമ്മൾ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ റഷ്യയെ വിമർശിക്കാനിരിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗമായിട്ടാണ്. അതിലൊരു വ്യക്തത ഇപ്പോൾ വന്നു എന്നുള്ളതാണ് തീർച്ചയായും. അപ്പോൾ ഇന്ത്യക്ക് ഒരു പീസ് മേക്കർ എന്ന നിലയിലല്ല, ഒരു പക്ഷേ ലോകത്തിന് തന്നെ സമാധാനം ഉണ്ടാകത്തക്കവണ്ണമുള്ളൊരു പ്രത്യേക സിറ്റുവേഷൻ സൃഷ്ടിക്കുക, അതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യമല്ല. നമ്മളതിനെ വിശകലനം ചെയ്ത് അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഐക്യരാഷ്ട്ര സംഘടന ഒരിക്കലും ഒട്ടും റെലവൻ്റ് അല്ലാത്തൊരു സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഞാൻ എഴുതിയിരുന്നു, എന്തുകൊണ്ട് G20 സെക്യൂരിറ്റി കൗൺസിലിന് പകരം പ്രവർത്തിക്കുന്നില്ല? അതിൽ വീറ്റോ ഇല്ല, അതിൽ ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ അതൊന്നും പെട്ടെന്ന് ആരും അംഗീകരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ടു എ UN മെക്കാനിസം ഫോർ പീസ് ഹാസ് ടു ബി ക്രിയേറ്റഡ്. അപ്പോൾ അതിലാണ് ഈ ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യത്തിലും അതുപോലെ നമ്മൾ എല്ലാവരോടും സംസാരിക്കാനുള്ള അവസരം നമുക്കുണ്ടെന്നുള്ള കാര്യത്തിലുമൊക്കെ ഇന്ത്യ റെലവൻ്റ് ആയിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പുതിയ ഇനിഷ്യേറ്റീവിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.